നമസ്കാരം, ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണക്കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒഴിച്ചു കറികളിൽ പ്രധാനപ്പെട്ട രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ തന്നെ 3-4 ടൈപ്പിൽ രസം ഉണ്ടാക്കാറുണ്ട്. അതിലൊരു തരമാണ് ഞാൻ കാണിക്കുന്നത്. അതിന് മിക്സി ജാറിലേക്ക് കുരുമുളക് അധികം വേണം. 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 10-15 അല്ലി വെളുത്തുള്ളി, 3-4 അല്ലി ചെറിയ ഉള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 പച്ചമുളക്, ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് വാളൻപുളിയാണ് വേണ്ടത്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം. ഇനി ഒരു ചട്ടിയോ അല്ലെങ്കിൽ പാനോ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടുമ്പോഴേക്കും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയും കുരുമുളകും കൂടുതലെടുക്കണം, അപ്പോഴാണ് രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രസം പൗഡർ, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച്. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കട്ട കായമാണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് പൊടിച്ചിടണം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ഇളക്കി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറും, കായവുമൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1-2 തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയതാണെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും പിന്നെ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച വാളൻപുളി നല്ലോണം ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ആ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം അത്യാവശ്യം നല്ലോണം ഒഴിക്കണം. രസം എന്ന് പറയുമ്പോഴേക്കും നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഉപ്പും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 3-4 മിനിറ്റ് തിളച്ചിട്ട് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം സത്ത് രസം വെള്ളത്തിലേക്ക് ഇറങ്ങണം. എന്നിട്ട് ഇത് കുറച്ചൊന്ന് വറ്റിക്കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. എല്ലാ ടേസ്റ്റും കൂടി ഒന്ന് ക്രമീകരിക്കുന്നതിനാണ് ഇങ്ങനെ ശർക്കര ചേർക്കുന്നത്. ശർക്കരയായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടി നോക്കുക. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇതിന് മുന്നിൽ നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇതിങ്ങനെ തിളയ്ക്കുന്നത്. അടിപൊളി രസമാണ്. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, പകരം ഞാൻ രസം പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കേണ്ട കാര്യമേ ഉള്ളൂ. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.